അത് മൊത്തം ഇങ്ങനെ ജയിലുകളുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്തെ നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കുറ്റം ചെയ്യാത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യയുടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്തു. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തപ്പോൾ അവർക്കത് കുറ്റമായി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്തപ്പോൾ നമുക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തു. അപ്പോൾ അവരിവിടെ കൊടുന്നിട്ട് ജയിലിലടച്ചവരെ കൂട്ടിയിട്ടു. ഞാൻ പറഞ്ഞില്ല അതെന്താ സംഭവം എന്നറിയോ? ബ്രിട്ടീഷുകാരാണ് ഇവിടെ നമ്മുടെ ഭരിച്ചിരുന്നത്. ഇംഗ്ലീഷുകാർ, വേറെ രാജ്യക്കാർ. ഓക്കെ, അമേരിക്ക ചൈനയൊക്കെ അല്ലേ, അതേപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരാണ്. മനസ്സിലായോ? അപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ മുകളിൽ അധികാരം പിടിച്ചു, നമ്മളെ ഭരിക്കാൻ തുടങ്ങി, നമ്മളെ ആക്രമിക്കാനൊക്കെ തുടങ്ങി. ഓക്കെ, അവർ കച്ചവടത്തിന് വന്നതാണ്. കച്ചവടത്തിന് വന്നതിന് ശേഷം പതുക്കെ നമ്മുടെ എല്ലാ സംഭവങ്ങളും അവർ അങ്ങ് ഏറ്റെടുത്തിട്ട് അവരതാക്കി മാറ്റി. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം വേണ്ടേ? അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ അവിടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ അവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കൂലേ? ദുബായിന്നോ അപ്പൊ 4 വയസ്സായിരുന്നു, ഓനിക്ക് 2 വയസ്സായിരുന്നു. അപ്പൊ ഈ സമ്മതിച്ചോ? നിന്റെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് നിന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞ് സമ്മതിക്കുമോ? ഈ ഒരായിട്ട് പ്രശ്നം ഉണ്ടാക്കൂല. പിന്നെ എങ്ങനെയാ നല്ലതാണത്? അപ്പോൾ നമ്മൾ അവർക്കെതിരെ സമരം ചെയ്തു. അപ്പോൾ സമരം ചെയ്തപ്പോൾ അവരുടെ അടുത്ത് തോക്കും ഒക്കെ ഉണ്ട്, പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ ഈ സമരം ചെയ്ത ആൾക്കാരില്ലേ, അവരൊക്കെ പിടിച്ചു വിടുന്നിട്ട് ജയിലിലിട്ടു. അപ്പോൾ അങ്ങനെ അവരെ പിടിച്ചിട്ട് ഇടാൻ വേണ്ടി അത് കച്ചവടത്തിന് വന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കച്ചവടത്തിന് വന്നിട്ട് അപ്പോൾ അവർക്ക് ഇതൊക്കെ കൂടി ഇതെല്ലാം കൂടി കണ്ടപ്പോൾ അവർക്ക് ഇതെല്ലാം കൂടി അവരതാക്കണം തോന്നി. ഇവിടുത്തെ എല്ലാ ഈ കൃഷിയും ഇവിടുത്തെ സംഭവങ്ങളും കൂടി കണ്ടപ്പോൾ അതൊക്കെ അവർക്ക് സ്വന്തമാക്കണം തോന്നി. അപ്പോൾ അവർ നമ്മളെ ഭരിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി.